ഇന്നലെ 2 വീഡിയോസ് ചെയ്തില്ലേ. ഒന്ന് വന്നിട്ട് നെയ്പായസത്തെ പറ്റി ചെയ്തു. നെയ്പായസം മാധവിക്കുട്ടിയുടെ കഥയെ പറ്റി. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് വൈഫ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ബിനി എന്ന് പറഞ്ഞിട്ട്, ബിനി രമണൻ. ഞാൻ വായിച്ചു. നോക്കൂ ബിനി, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ്പായസം വായിച്ചപ്പോൾ അത്ര അങ്ങോട്ട് ഒന്നും തോന്നിയില്ല. കാരണം ജോലിക്ക് പോവുകയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം ജോലിക്കും പോവുകയും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീകളില്ലേ, അവരുടെ അവസ്ഥ വന്ന് ഇതിലും പരിതാപകരമാണ്. അതിനെ പറ്റിയിട്ട് ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് അതിൽ പറഞ്ഞു. ഞാനതിൽ പറഞ്ഞ കോൺടെസ്റ്റ് എന്താണെന്നറിയോ? സുപ്രീം കോടതി വന്നിട്ട് ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവർക്കും ഒരു എമൗണ്ട്, തത്തുല്യമായിട്ടുള്ള എമൗണ്ടൊക്കെ ഈ കൊടുക്കണം മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ എംപ്ലോയിഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ അതിനിയും പ്രയാസകരമാണ്. അതെനിക്കറിയാലോ, ഞാനത് അനുഭവിച്ചതാണ്. എൻ്റെ മകളെ 1 വയസ്സ് ഉള്ള സമയത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ തുടങ്ങിയത്. എൻ്റെ കഥ കേട്ട് ബോറടിച്ചാലോ എന്ന് ഓർത്ത് ഞാൻ ഇടയ്ക്ക് ഈ കഥകൾ നിർത്തിയത് കേട്ടോ. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ തുടങ്ങുമ്പോൾ ഞാനൊരു ഏജൻസിയിൽ പറഞ്ഞിട്ട് ഒരു മുന്നും പിന്നും അറിയാത്ത ഒരു സ്ത്രീനെ ഞാൻ വീട്ടിലേക്ക് ജോലിക്ക് എടുക്കുകയാണ്. ആ ഏജൻസിയിൽ പോയിട്ട് ഒരു മാസത്തെ ശമ്പളം ഐ തിങ്ക് 1998 അപ്പോൾ ദറ്റ് ടൈം ഇറ്റ് വാസ് 1200 rupees. ഇന്നത്തെ ഒരു തത്തുല്യം അറിയാലോ, ഒരു 20,000 രൂപയുടെ അടുത്ത് വരും. അന്നൊക്കെ 1200 രൂപ എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണത് സ്വർണത്തിനെ കമ്പയർ ചെയ്തിട്ടാട്ടോ. ഇന്ന് സ്വർണത്തിന് 50,000 രൂപയല്ലേ ഒരു പവന്. അന്ന് സ്വർണത്തിന് 3,500 രൂപയാണ്. അപ്പോൾ ആ 50,000-ൻ്റെ പകുതി 25,000 രൂപ. മനസ്സിലായില്ലേ? ഇപ്പോൾ അരപ്പവൻ മേടിക്കാൻ, അന്ന് അരപ്പവൻ മേടിക്കാൻ 1200, 1300 അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 20,000-ൻ്റെ വിലയായിരുന്നു. ആയിരിക്കാം അന്നത്തെ ഒരു ഇത് പറയണമെങ്കിൽ. അപ്പോൾ അപ്പോഴും അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ആ 1200 രൂപയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പേരും കൂടി കൊണ്ടുവരുന്നത് എണ്ണിച്ചുട്ടപ്പം പോലെ വില 10,000 ആയിരിക്കും. റെൻറ്റ് കൊടുക്കണം, കാറൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ജീവിച്ച് അച്ഛനമ്മമാരുടെ പുണ്യം കൊണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ മകളെ നോക്കാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂല്ലോ. ഐ ഹാവ് ടു ബിൽഡപ്പ് മൈ കരിയർ. ഞാനൊരു വളരെ കോൺഷ്യസ്ലി ബിൽഡപ്പ് ചെയ്തെടുത്താണ് കേട്ടോ എൻ്റെ കരിയർ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു, നമ്മളൊരു മിഡിൽ ക്ലാസ് സെറ്റപ്പാണ്. എൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചൊരു അപ്പോൾ മിഡിൽ ക്ലാസ് ലെവലിലേക്ക് വന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ജോലി ചെയ്യാത്തവരുടെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആർഭാടവും ഇതൊന്നുമല്ല, പക്ഷെ കണ്ടൻറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങൾക്ക് അച്ഛനും അമ്മയും തന്നിരുന്നത്. വളരെ വളരെ എന്താ പറയുക, ആവശ്യമുള്ള ആർഭാടങ്ങൾ മാത്രം. കാറുണ്ടോയെന്ന് ചോദിച്ചാൽ കാറുണ്ട്, വലിയ വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബുക്സ് ഉണ്ട്, യാത്ര ചെയ്യാനായിട്ട് ഉള്ള സംവിധാനമുണ്ട്, അങ്ങനെ ഒക്കെ. അപ്പോൾ അങ്ങനെ ജീവിച്ച് വന്നതാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് പോകുമ്പോൾ ഞാൻ പോകുന്നത് ഒരു ലക്ഷറിയിൽ നിന്നാണ്. ഈ പെട്ടെന്ന് എടുത്ത് ഇതെല്ലാം നമ്മൾ തന്നെ നോക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് വരുന്നതല്ലേ. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അമ്മയുടെ അടുത്തായിരുന്നു മോള്. അമ്മ വന്ന് ടീച്ചറായിരുന്നു. അമ്മയ്ക്ക് അപ്പോൾ ആ സമയത്ത് ലീവ് ഉണ്ട്, 2 months അമ്മ മോളെ നോക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മോളെ കൊണ്ടുവന്നോളൂ, June 1 മുതൽ അമ്മയ്ക്ക് സ്കൂളിലും പോകണമല്ലോ, കൊണ്ടുവന്നിട്ട് ഇവരെ നോക്കിക്കൊള്ളുന്നു. ഈശ്വര, അമ്മ അവിടുന്ന് ട്രെയിൻ കയറി, ഇവിടെ അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ കയറി 5 മണിക്ക്. ഞാൻ കോടതിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അമ്മ വരുന്നതിൻ്റെ തലേ ദിവസം കോടതിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് വീട് തുറന്നിട്ടിരിക്കുന്നു, ഈ സ്ത്രീയെ കാണുന്നില്ല. പിന്നെ അന്ന് നമ്മളൊന്നും വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനവും യൂസ് ചെയ്യുമായിരുന്നില്ല. അന്ന് അവിടെ ഒന്നും ഉണ്ടായിട്ടുമില്ല. മെഡ്രാസിൽ ആദ്യമായിട്ട് നമ്മളവിടെ നിൽക്കുമ്പോഴേ മോളുടെ ഒന്നുമില്ല, ഒരു ഗോൾഡിൻ്റെ തരി പോലും വീട്ടിൽ ഞാൻ വെച്ചിട്ടുമില്ല, പൈസയുമില്ല. ഞാൻ നോക്കുമ്പോൾ അവരെന്തോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് മൂടി വെച്ചിട്ടുണ്ട്, ചൂടുമുണ്ട്. ഞങ്ങൾ റെൻറ്റിന് താമസിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, ഈ സ്ത്രീനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീട് അടച്ചിട്ടിട്ടാണ് അവർ പോയിരിക്കുന്നത്, തുറന്നിട്ടിരിക്കുകയല്ല കേട്ടോ, അടഞ്ഞു പോയിരിക്കുകയാണ്. അതെന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് ലോക്ക് പോലെ ഒരു സാധനമുണ്ട്, പുറത്തേക്ക് ഇറങ്ങി കാറ്റത്ത് അടഞ്ഞു പോയാൽ ലോക്കായി പോകും. അപ്പോൾ അവർ പേടിച്ചിട്ട്
അവരുടെ എന്താ അടുക്കള സൈഡിലെങ്ങാണ്ട് അവരുടെ ബാഗ് വെച്ചിരുന്നു. അതിങ്ങനെ വലിച്ച് നീക്കിയെടുത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തു, എല്ലാ ഡ്രസ്സും എടുത്തു. ആ ബാഗ് മാത്രം ഒരു കവറായിരുന്നു, അത് അവിടെ കിടക്കുന്നുണ്ട്. അത് ഇതിൽ കൂടി കോല് വെച്ച് എടുക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് അവരോട് പോയി ചോദിച്ചപ്പോൾ. ഒരു ഡ്രസ്സ് ആ പുറത്ത് നിന്ന് ചെയ്തു ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എവിടെയുണ്ടോ അവിടെ വേറെ മറയൊന്നുമില്ല. പിന്നെ ഉച്ചനേരത്തൊക്കെ ആയിരിക്കും, ആരും കണ്ടു കാണില്ല. ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന അതേ ഏജൻസിയിൽ പോയിട്ട് പുള്ളിക്കാരത്തെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാനവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പെണ്ണ് അതിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നീ എന്ത് പണിയാണ് പറ്റിച്ചേ? അല്ല, എനിക്ക് ഇങ്ങനെ പേടിച്ചു പോയി ഞാൻ. അപ്പോൾ മാഡം എന്നെ വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പോന്നാൽ. ഞാൻ പറഞ്ഞാൽ വരൂ. ഇല്ല മാഡം, എനിക്ക് നിൽക്കാൻ വയ്യ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ മകളുടെ ഓർമ്മ. അടുത്ത ദിവസം എൻ്റെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് വരും. എനിക്കിതിനെ തിരിച്ചു കൊണ്ടുപോകാനും രണ്ട് മനസ്സായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ശരി നിങ്ങളെന്ന് വേറൊരാളെ തരൂ. എന്നിട്ട് വേറൊരു സ്ത്രീനെ അവിടെ നിന്ന് തന്നു. അതിനെയും കൊണ്ട് ഞാൻ വീട്ടിൽ വരാം കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 1 ബെഡ്റൂമും കിച്ചണും പിന്നെ ഒരു ചെറിയൊരു റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയത്. അതിലാണ് ഞാൻ അവർക്ക് അക്കോമഡേഷൻ. അയ്യോ, ആ പെണ്ണ് വന്നപ്പോൾ തന്നെ പറയണേ, എനിക്ക് സെപ്പറേറ്റ് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല എന്ന് അത് പറഞ്ഞു. അപ്പം തന്നെ അത് വീട്ടിൽ കയറി ഉടനെ തന്നെ ഞാൻ അതിനെ കൊണ്ടുവന്നാക്കി 2 പ്രാവശ്യം. ആ പൈസ വെറുതെ പോയി. എനിക്ക് വേറെ ആൾ വേണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസ തിരിച്ചു തരില്ല. അയ്യോ വേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോന്നു. അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അയ്യോ എന്ത് ചെയ്യും നമ്മൾ സാരമില്ല, ഇവിടെ എല്ലാവരും ജോലിക്ക് പോകണമല്ലേ, ഞാനൊരു ക്രഷിൽ വെച്ചിട്ട് ജോലിക്ക് പോയിക്കോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ മോളെ ക്രഷിൽ വെക്കുകയാണ് കേട്ടോ. അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്, അവിടെ ഞാൻ പോയി ചോദിച്ചു, അവരാന്ന് പറഞ്ഞു. ഇറ്റ് വാസ് വെരി പാത്തറ്റിക്. അവിടെ ഇങ്ങനെ മോളുടെ പോലത്തെ ഉള്ള കുട്ടികളൊന്നും ഇല്ല. അവരൊരു ചെറിയ പ്ലേ സ്കൂൾ പോലെ നടത്തുകയാണ്. എന്നാലും മോളെ 3 മണി വരെ അവർ ആയെന്ന് നോക്കിക്കോളാം, കാരണം എക്സ്ട്രാ ഇൻകമാണ് അവർക്കെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനെപ്പോഴും എൻ്റെ കോടതി എല്ലാം 3:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ആകും. പിന്നെ ഉള്ള ജോലിയൊന്നും എനിക്ക് തന്നിട്ടില്ല എൻ്റെ സീനിയർ. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകാം. അപ്പോൾ കോടതിയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തിട്ട് മോളെയും കയറ്റിയിട്ട് വീട്ടിൽ പോകും. അപ്പോൾ വീട്ടിൽ പോണ സമയത്ത് ഈ മോളെ ഇരിക്കാറൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ വണ്ടി ഓടിക്കണതേ ഇങ്ങനെ കൈ വെച്ചിട്ടാണ്. അതായത് എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ഓടിക്കും, പെട്ടെന്ന് എനിക്ക് ബ്രേക്ക് ഓടിക്കും, മോളെ ഇങ്ങനെ കൈ വെച്ച് തടുക്കും. മോൾ ഈ സീറ്റിലിരിക്കുകയായിരിക്കില്ലേ. അന്നൊക്കെ ഈ സീറ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളെ. എനിക്കത് ഓർക്കുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ ബെൽറ്റ് ഇട്ടിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്ന സീറ്റൊക്കെ ഉള്ള വണ്ടികളിൽ വെക്കാവുന്നതൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതൊന്നും അറിയുമില്ല. ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പം ഞാൻ എന്നും മോളെ വിളിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും മോൾക്ക് രാവിലെ മുതൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും സാധനങ്ങൾ. അപ്പോൾ ഉച്ച കഴിഞ്ഞാകുമ്പോഴേക്കും പാലങ്ങ് പിരിഞ്ഞു. അതിൻ്റേതായ ചൂട് ഉള്ള തെർമോ ഫ്ലാസ്കൊക്കെയാണ്, പക്ഷെ പിരിഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ 3:30, 4 o'clock ഒക്കെ ആകുമ്പോൾ വരുമ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കാണിക്കും പഴം കാണുമ്പോൾ. അപ്പം ഞാനത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്കില്ലേ ഒരു 5-6 പഴം ഒന്നിച്ച്, ഈ ചെറിയ പഴം കിട്ടുമല്ലോ അവിടെ ഇങ്ങനെ ഫ്രൂട്ട് വെൻഡേഴ്സ് ഉണ്ടാവും. അപ്പം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിന് ആഹാരം കിട്ടുന്നില്ല. എന്നാലും ഞാൻ 8 മാസം അങ്ങനെ കൊണ്ടുവന്നു. അപ്പം എനിക്ക് വീട്ടിലൊരു ജോലിക്കാരി അടിക്കാനും തുടയ്ക്കാനും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോള് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞ ഉടനെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പ്ലേ സ്കൂളിലാക്കും, നീ വന്നിട്ട് ഒരു 12 മണിക്ക് വന്ന് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തു എന്ന് ചോദിച്ചു. ശരി പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എൻ്റെ കരിയർ ടേക്ക് ഓഫ് ആയത്. ബട്ട് സ്റ്റിൽ മോൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാതെ വരികയാണെങ്കിലൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഈ ജോലിക്കാരി വരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം എനിക്കൊരു ആർബിട്രേഷൻ കേസ് നടത്താൻ പോകണമായിരുന്നു. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൻറ്റി എപ്പോഴും മോളെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും. ഒരു സ്ത്രീ, ഇപ്പോഴുള്ള എൻ്റെ ഫ്രണ്ട് ആൻറ്റി അല്ല കേട്ടോ, ജയലക്ഷ്മി ആൻറ്റി അല്ല, അവർ ഭയങ്കര നല്ലതാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വെച്ചുള്ള മോളെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് പോയിട്ട് വരുന്നതിന് എന്താന്ന് പറഞ്ഞു. ദൈവമേ, അപ്പോൾ അരവിന്ദ് ഓഫീസിലും പോയി. ഞാൻ എന്ത് മണ്ടിയാണ്, എന്തിനാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്? എൻ്റെ മോളെ എനിക്ക് അരവിന്ദ് ഒരു ദിവസം ലീവ് എടുക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അവർ പോയി എന്തു ചെയ്യും ദൈവമേ. ആർബിട്രേഷൻ കേസിന് ആരും പോയില്ലെങ്കിൽ തള്ളിപ്പോവുകയൊക്കെ ചെയ്യും ചിലപ്പോൾ. എന്താ നമ്മൾ ഹാജരായില്ല എന്ന് പറഞ്ഞിട്ട്. ഈശ്വരാ ദൈവമേ, കഷ്ടം. എന്നെ വിശ്വസിച്ചിട്ട് സീനിയറൊക്കെ നാട്ടിലൊക്കെ പോയിരിക്കുകയാണ്, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, കുട്ടീനെ എടുത്തിട്ട് എൻ്റെ കസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച്. സുഹൃത്തുക്കളെ, എനിക്കത് ഓർക്കുമ്പോൾ ആ ആൻറ്റീനെ ഞാൻ ഇന്നും കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. ആൻറ്റി ആ ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ആൻറ്റി, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഈ ഒരു പ്രാവശ്യത്തേക്ക് അവൾ ഉറങ്ങിക്കോളും, എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞു. അവളുടെ ഉറക്കം സമയമാണെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നുമോൾ കിടന്ന് ഉറങ്ങണം കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ നെഞ്ചിത ഇവിടെ നിന്ന് ഇങ്ങനെ അതിനെ വെച്ചിട്ട് ഞാൻ ഉടനെ പോയി
വണ്ടി ഓടിച്ചു പോണ ഒരു ഇതുണ്ടായല്ലോ. അവിടെ ചെന്നിട്ട് ആർബിട്രേറ്ററോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഫസ്റ്റ് കേസായിട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞാൽ ഇങ്ങനെ കുട്ടീനെ അവിടെ വെച്ചിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ അപ്പം തന്നെ ഒരു ഡേറ്റ് ഇട്ട് തന്നു. ഒരു 15 മിനിറ്റ് 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ആ വണ്ടി ഓടിച്ച് എങ്ങനെയാണ് ഈ ആൻറ്റിയുടെ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ഒരു അമ്മയും അച്ഛനും ഉണ്ട്. അവർ വെറുതെ ഇരിക്കുക അവരുടെ വീട്ടിൽ, അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫാണ്. ഞാനത് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം എൻ്റെ മോളിലാണെങ്കിലും ഞാൻ പറയും പറ്റുന്നത്രയ്ക്കേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീടും കുടുംബമൊന്നും വിട്ട് ആരും വരില്ല, ആരും അവരുടെ കംഫർട്ട് സോൺ വിട്ട് വരില്ല മക്കളെ നോക്കാനൊക്കെ ആണെങ്കിൽ. പിന്നെ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കുന്നതുമാണ് അതിൻ്റേതായ ഒരു മര്യാദയും കറക്റ്റ് കാര്യവും. കാരണം എന്താണെന്നറിയോ, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. കാരണം ഒരു തലമുറ ബാക്ക് നമ്മളെ പഠിപ്പിച്ച് വിട്ടതിനേക്കാളും കുറച്ചുകൂടെ മേന്മേറിയ വിഷയങ്ങളല്ലേ നമ്മൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഭാഷ തന്നെ പറയാം ഞാൻ, നമ്മൾ ആരുടെ കൂടെയാണ് നിന്ന് വളരുന്നത് ആ ഭാഷയായി മാറും കുട്ടികൾക്ക്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ജോലിക്കാരി എന്ന് പറയുന്നത് തമിഴാണല്ലോ, അവരുടെ ലോക്കൽ തമിഴാണത്രേ. എനിക്കറിയില്ല നല്ല തമിഴ് ഏതാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, ലോക്കൽ തമിഴും അറിയില്ല. അപ്പോൾ അവർ പറയുന്ന ആ സ്ലാങ് ആയിരുന്നു എൻ്റെ മോള് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവർ ഈ ഇത്രയും നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല വീട്ടിലെ ഒരു കൊച്ചു പോലെ തോന്നുന്നു. ആ കുട്ടി വന്നിട്ട് പറയുന്ന ഭാഷ എന്നാ എங்கே പോகிறீங்க അങ്ങനെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ലോക്കൽ. അമുദ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എங்கே പോகிறீங்க അങ്ങനെയാണ് അവിടുത്തെ ബ്രാഹ്മിൻസ് ആൾക്കാരെല്ലാം ചോദിക്കുന്നത്. എங்கே ചോദിക്കുന്നത് എங்கே പോറേൽ അങ്ങനെയൊക്കെയാണ്. മീൻസ് കുറച്ചൊരു അതാണ് ഒരു ബഹുമാനത്തോടു കൂടി എங்கே പോറീങ്ക എന്നൊക്കെ ചോദിക്കുന്നത് തെറ്റാണ്. പക്ഷെ മോൾ അങ്ങനെയായിരുന്നു, നമുക്ക് അറിയില്ലല്ലോ, മോള് ചെറുതല്ലേ. അപ്പം എന്താ സംസർഗ ഗുണദോഷ ഭവന്തു എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ ഒരാളുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ. അവർ വന്നിട്ട് അവിടെ വരുന്ന ജോലിക്കാരികൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരുടെ അതേ സ്ലാങ്ങിൽ. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അവർ ഈ മൃഗങ്ങളെയൊക്കെ ചത്തു എന്ന് പറയും, അതേപോലെ തന്നെ മനുഷ്യരെയും പറയും. അയ്യോ അവിടെ ജോലിക്ക് വരുന്ന സ്ത്രീ അവർ പറയണേ, ഓ ദൈവമേ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മദറിലോടെ വീട്ടിലേ ജോലിക്ക് വരുന്ന സ്ത്രീയാണ്, ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നു 2 എണ്ണം ചത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. അതേ സെയിം തിങ് എൻ്റെ അമ്മച്ചി അരവിന്ദിൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ അമ്മ അങ്ങനെ പറയരുത്, കാരണം എന്താണെന്ന് വെച്ചാൽ ചത്തു എന്നൊക്കെ പറയുന്നത് മൃഗങ്ങളെയൊക്കെയാണ് പറയുക. നമ്മൾ വന്നിട്ട് നല്ല ഭാഷ പറയണം എന്ന് പറയും. എന്നെ അച്ഛൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും ഭാഷ കേട്ടോ. അച്ഛൻ പറയും നല്ല ഭാഷയായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്, എന്നാലേ എല്ലാവരും കേൾക്കൂ എന്ന്. ഞാനിതിനകത്ത് വന്നിരുന്നത് അവൻ ചത്ത് ഇവള് ചത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിതിൽ വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർ കേൾക്കുന്ന ഒരു സംഭവമല്ലേ ഈ യൂട്യൂബ് എന്നൊക്കെ പറയണത്. വിൽ എനിവൺ ലിസൺ ടു മീ ദെൻ ഓർ വിൽ യു കം ബാക്ക് ആൻഡ് ലിസൺ ടു മീ? ഇല്ല, അതുവഴിയേ പോകും ഇങ്ങനത്തെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സംസർഗ ഗുണ ദോഷാഭവന്തുവും അല്ലേ. ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ കൂടി അത് തന്നെ പഠിക്കും. അത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മദ്യപന്മാരുടെ കൂട്ടത്തിൽ എഡിസൺ ചെന്ന് വിടുകയുണ്ടായി. അപ്പോൾ എഡിസൺ വാസ് ഇൻ ടു ദാറ്റ് എക്സ്പെരിമെൻ്റ് അല്ലേ, ആ ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻറ്റിലായിരുന്നല്ലോ. സോ വാട്ട് ഹി വാസ് ട്രൈങ് ടു ഡു ഇസ് ആദ്യം തൻ്റെ എനർജി മുഴുവൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു. ഇദ്ദേഹം ഈ എനർജി ലെവൽ കുറയാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഇദ്ദേഹം പുറത്തിറങ്ങി നിന്നു അത്രേ. അപ്പോൾ ഇത് വേണമെങ്കിൽ എല്ലാവർക്കും പരിശീലിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ KP കേശവമേനോൻ്റെ ഒരു ബുക്കിൽ വായിച്ചതാണിത്. പുറത്തിറങ്ങി നിന്ന് അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നോക്കൂ യൂണിവേഴ്സ്, എൻ്റെ എനർജി പോസിറ്റീവ് വൈബ്രേഷൻസിലേക്ക് കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് അത് ഒരിക്കലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻസിൽ, അതായത് എന്നെ താഴോട്ട് വലിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യരുതെന്നുള്ളതിന് എനിക്ക് ഒരു നല്ല മനസ്ഥൈര്യം തരണം എന്ന് പ്രാർത്ഥിച്ചു അത്ര. ഇങ്ങനെ വിചാരിച്ചു. അകത്ത് വന്നിട്ട് കൂട്ടുകാരുമായിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, നോക്കൂ എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് എനിക്ക് ഈ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ഒരുപാട് പരാജയങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. സോ എനിക്ക് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളതുകൊണ്ട് എന്നെ വലിച്ച് താഴെ ഇടരുന്നു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹവും അങ്ങനെ അതിനകത്ത് പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെട്ടാൽ, ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാം റീലിട്ടിരുന്നു, ബി ലൈക്ക് എ ടോട്ടസ്, ഉൾവെലിഞ്ഞോളൂ.
തലയും ഉള്ളിലേക്ക് ഇട്ടോളൂ, കാലും ഒക്കെ ഉള്ളിലിട്ട് പാറ പോലെ ഇരുന്നോ. കുറച്ച് നേരം കഴിയുമ്പോൾ സേഫ് ആണോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇറങ്ങി വന്നാൽ മതി. അതേ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ 5 സെൻസസിനും അങ്ങനെ ഒരു പവർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു സ്പിരിച്വാലിറ്റി റൂട്ടൊക്കെ എടുക്കണം. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാജിക്കോ അങ്ങനെയുള്ള ഇപ്പോൾ കണ്ട ലൂസിഫർ സേവയൊന്നും അല്ല കേട്ടോ. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സ്പിരിച്വാലിറ്റി. മേ ബി നിങ്ങൾ മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന ആളില്ലേ, അതും ഒരു തരം സ്പിരിച്വാലിറ്റിയാണ്. യു ഡു യുവർ ഡ്യൂട്ടി. അല്ലാതെ ഇങ്ങനെയുള്ള ഡാർക്ക് ഏരിയാസ് അന്വേഷിച്ച് പോകരുത്. ചാത്തൻ സേവ എന്ന് പറഞ്ഞിട്ട് കുമാരി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? വിഷ് മൈ ഗോഡ്, കണ്ടുപോയല്ലോ എന്ന് ഓർത്ത് ഞാൻ കണ്ടതാണ്. ഈശ്വര, എന്തൊരു മൂവിയാണ് അത്. ഐശ്വര്യ അല്ലേ, ഡോക്ടർ ഐശ്വര്യ, അവർ അഭിനയിച്ച സിനിമയാണത്. അതിനകത്ത് എന്താ അത് പറയാ, ചാത്തനെ സേവിക്കുന്ന ഒരു വീട്, അതായത് ഈ ഡെമൈ ഗോഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഇതുണ്ടല്ലോ, അവരെ പെട്ടെന്ന് പ്രീതിപ്പെടുത്താൻ പറ്റും അത്രേ. ആ റൂട്ടിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം എന്താ പറയുക, മോക്ഷപ്രാപ്തി കിട്ടാതെ കിടന്നു പോകുന്ന ഒരു കഥയാണ് ഒരു കാരണവരുടെ. ഭ്രമയുഗം ഞാൻ കണ്ടില്ല, എന്തോ അതുപോലെയൊക്കെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു, മാജിക്കും മന്ത്രവാദവും ഒക്കെ ഉള്ളത്. നോക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ വിജയം കൈവരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും കേട്ടോ. അത് നമ്മൾ ചെയ്താൽ ഐ തിങ്ക് ഇഫ് ദ റിസൾട്ട് ഈസ് ഫാസ്റ്റ്, അതേപോലെ ഫാസ്റ്റർ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷനും, അതായത് ഡിക്ലൈനും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതായത് നമ്മളൊരു ആസെൻറ്റ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരിക്കും ഡിസെൻറ്റും, വളരെ വേഗത്തിലായിരിക്കും. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇന്നലെ ആരോ ഒരാൾ പുനർജന്മത്തെക്കുറിച്ചൊന്ന് പറയുമെന്ന് ചോദിച്ചു. എനിക്കതിൽ വിശ്വാസമേ ഇല്ല. പുനർജന്മത്തിലും വിശ്വാസമില്ല, അങ്ങനെയുള്ള മെറ്റാഫിസിക്സിലും എനിക്ക് വിശ്വാസമില്ല. ഐ ലിവ് ഇപ്പോൾ. എന്നെ കേൾക്കുന്നവർ അങ്ങനെയും വിശ്വസിക്കണം കേട്ടോ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പുനർജന്മത്തിൻ്റെയും മെറ്റാഫിസിക്സിൻ്റെയും നമുക്ക് കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളൊക്കെ കേട്ട് അതിലേക്ക് വഴുതി പോകാതെ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ലൈഫ്. ഹിറ്റ് ദ നേച്ചർ. നടക്കൂ, ബീച്ചിൽ പോകൂ, ഇതെല്ലാം കാണൂ. എന്താ പറയുക, നല്ല എന്താ പറയുക, പക്ഷികളുടെ സൗണ്ട് കേൾക്കൂ. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലോകം അല്ലേ. ബധിരനും മൂകനുമായിട്ടുള്ള ഒരാൾ ഒരു കുരുടൻ്റെ കൂടെ താമസിക്കുകയുണ്ടായി. അപ്പം ഈ കുരുടനാകട്ടെ, രണ്ടുപേർക്കും അവരവരുടേതായ ലോകമാണ്. കുരുടന് ഈ പറഞ്ഞ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നില്ല, ബധിരന് ഇത് കേൾക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവരെന്തായി, അവരവരുടെ ലോകത്തേക്ക് അങ്ങ് ചുരുങ്ങുകയായിരുന്നു. ഈ ബധിരനും മൂകനും ആയിട്ടുള്ള ആൾ ആ രീതിയിലാണ് ജീവിതം കൊണ്ടുവന്നത്. ഇദ്ദേഹമാകട്ടെ, കുരുടനാകട്ടെ, ഈ ഞാൻ പറഞ്ഞ ഈ പ്രത്യേക രീതിയിൽ എന്താ പറയുക, മണം കൊണ്ട് മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ പോകും. രണ്ടുപേർക്കും രണ്ടു തരം ലോകമായിരുന്നു. ഈ ലോകങ്ങളിൽ കുരുങ്ങിപ്പോകാതെ കേട്ടോ, അവർക്കതേ സാധിക്കുകയുള്ളൂ. അവർ ആ ലോകങ്ങളിൽ കുരുങ്ങി അവർ ജീവിക്കുന്ന പോലെ എല്ലാമുള്ള നമ്മൾ, കണ്ണും കാതും മൂക്കും എല്ലാം ഉള്ള നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാത്രം കുരുങ്ങി ആ ലോകത്ത് മാത്രം ഒതുങ്ങാതെ വി ഷുഡ് സീ, നമ്മൾ എല്ലാം ചുറ്റുവട്ടവും കോൺഷ്യസ്ലി കാണണം കേട്ടോ. അതിനാണ് പറയുന്നത് കോൺഷ്യസ് ലിവിങ്. അതെന്തായാലും മനുഷ്യന് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ഈ ആരാധനകളെല്ലാം സ്പിരിച്വാലിറ്റിയിൽ വരുന്നതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നമുക്ക് ഉണ്ടാവണം. അങ്ങനെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, വായിച്ച് മനസ്സിലാക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ. എന്തിനാണ് ഈ പൊട്ടത്തരത്തിൻ്റെ പിന്നാലെ റിസർച്ചിന് പോണത്? മുറി വൈദ്യം ആപത്ത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ റിസർച്ച് ചെയ്യുക. ഇൻ്റർനെറ്റിൽ ഇഷ്ടംപോലെ ഡാർക്ക് തിങ്സ് ഉണ്ടാവും, അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം. എഡിസനെ പോലെ നമ്മുടെ ഗോൾ എന്താണ് അത് മാത്രം നമ്മൾ തീരുമാനിച്ച് മുമ്പോട്ട് നടക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ. പിന്നെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻസസും വെൽത്ത് ക്രിയേഷനും ഒക്കെ. തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്നത് തെറ്റുന്ന പോലെ തന്നെയാണ് സമ്പാദിച്ച പണത്തിൻ്റെ മുകളിൽ അത് ചിലവാക്കാതെ കയറിയിരിക്കുന്നത്. ഒരു അമേരിക്കക്കാരി ഒരു ലേഡിയുണ്ട്, വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലായിരുന്നു അത്ര അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പണം എന്ന് പറഞ്ഞാൽ ബാങ്കിൽ വെച്ച് കണ്ട് രസിക്കുക. അവരെല്ലാ മാസവും പോയി കണക്കെടുത്ത് അവർക്ക് ആവശ്യമുള്ള വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് വരും. ഒരു ജോലിക്ക് ഒരാളെ വയ്ക്കില്ല, ബ്രെഡും പാലും മാത്രം കഴിക്കുള്ളൂ. അങ്ങനെ അവർ മരിച്ചു
മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ എന്തായി, അവർക്ക് അനന്തരാവകാശികളായിട്ട് ഇമ്മീഡിയറ്റ് ഹെയർ ഇമ്മീഡിയറ്റ് ലെവൽ 1 ഒന്നും ഇല്ല. രണ്ടാമത്തെ ലെവലിലുള്ള ആൾക്കാരോ മൂന്നാമത്തെ ലെവലിലുള്ള ആൾക്കാരെല്ലാം ഈ വമ്പിച്ച സ്വത്തിന് അധിപതിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ഉപകാരം ഉണ്ടായി? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പവർ ഓഫ് നൗ, ഈ നിമിഷത്തിൽ ജീവിക്കൂ. പുനർജനിച്ചിട്ട് ഞങ്ങൾ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു റാണിയായിരുന്നു, ഈ ജന്മത്തിലാണ് ഞാൻ ഇങ്ങനെ, അതൊന്നുമില്ല. അട്ട ബുൾഷിറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം, അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഒക്കൾട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിലനിൽക്കുന്ന ആ പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് പതുക്കെ അത് ഇറാഡിക്കേറ്റ് ചെയ്തു രാജാക്കന്മാരെല്ലാം. ദാറ്റ് വാസ് റോങ് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ അത് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെയും എന്തിനാണ് ആ റോങ് സാധനത്തിൻ്റെ പിന്നാലെ പോകുന്നത്? ബിക്കോസ് അതൊരു നെഗറ്റീവ് വൈബ്രേഷൻസിനെ ഇളക്കി വിട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഗുണം ഉണ്ടാക്കുക. അതൊക്കെയാണ് ആ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. അതിൻ്റെ പിറകെ ഒന്നും പോവാതിരിക്കുക. അതെല്ലാം എന്താ പറയുക, ബുൾഷിറ്റാണ്. സോ ആ ബുൾഷിറ്റിൽ നമ്മൾ മുങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംടൈംസ് ഇറ്റ് വിൽ ബി, നമുക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. ചിലപ്പോൾ പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ കുത്തി തിന്നിട്ട് പോവുകയും ചെയ്യും. ലൈക്ക് ദ ബേർഡ് ഹു വാസ് ഇമേഴ്സ്ഡ് ഇൻ ദ ബുൾഷിറ്റ്. ആ കഥ കേട്ടിട്ടുണ്ടോ? ഒരു ബേർഡ് ഇങ്ങനെ പറന്നു പോകുമ്പം അത് ഇരിക്കുമായിരുന്നു താഴെ, ഭയങ്കര തണുപ്പ്. പറന്നു പോകുമ്പോൾ തണുപ്പ് കൊണ്ട് അത് താഴെ വന്ന് വീഴും, പറക്കാൻ പറ്റാതെയായിട്ട്. അപ്പോൾ ഒരു കൗ അതിലെ പോയി, ആ കൗവിൻ്റെ ഡങ് വന്ന് ഇതിൻ്റെ മേത്ത് വന്ന് വീണു. അപ്പോൾ അത് വോമായി. എന്തായി? വോമായി കഴിഞ്ഞപ്പോൾ എന്തായി? നല്ല സുഖം എന്ന് പറഞ്ഞ് ഇത് ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി, ഇത് പാടാൻ തുടങ്ങി. ആ പാടുന്ന സൗണ്ട് കേട്ട് ഒരു കുറുക്കം വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സൗണ്ട് അത് മാന്തി എടുത്തിട്ട് ഗ്ലപ്പ് എന്ന് പറഞ്ഞ് തിന്നിട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ ബുൾഷിറ്റിൽ വീഴുകയും ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അതിന് ഓവർ ഹാപ്പിനെസ് കാണിച്ചപ്പോൾ എന്തായി? അതിൽ നമ്മുടെ ഹാപ്പിനെസ് ഓവറായിട്ട് കാണിച്ചപ്പോൾ ഒരാൾ കേട്ട് അയാളത് മിസ്യൂസ് ചെയ്തിട്ട് പോവുകയും ചെയ്തു. സോ ബാലൻസ്ഡ് വേയിൽ, കോൺഷ്യസ് വേയിൽ ജീവിക്കാൻ പഠിക്കുക. ഇത് ഈ പറയുന്ന സ്റ്റോറീസൊക്കെ എൻ്റെ സ്വന്തം സ്റ്റോറീസൊന്നുമല്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിക്കുന്നതാണ്. ഞാനിങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അത് ഇഷ്ടമാവുന്നെന്ന് ഞാൻ ധരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതൊരു പാഠപുസ്തകമൊന്നുമല്ല. ഞാനും ഇങ്ങനെ ഡെയിലി ലേണിംഗ് ആണ് ഇത് കാരണം. അല്ലാതെ ഞാൻ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഐ ടേക്ക് തിങ്സ് ടു ദാറ്റ് എന്താ പറയുക, കറക്റ്റ് സ്ട്രൈഡിലാണ് ഞാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഇഷ്ടമുള്ളവർ വരണേ, എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.